إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. من كان يريد العزة فلله العزة جميعا إليه يصعد الكلم الطيب والعمل الصالح يرفعه والذين يمكرون السيئات لهم عذاب شديد ومكر أولئك هو يبور. ബഹുമാന്യരായ ശുദ്ധവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ വാക്കും പ്രവർത്തനങ്ങളും എത്രമാത്രം പ്രതിഫലനമുണ്ടാക്കുന്നതാണ് എന്നത്, അഥവാ സൽക്കർമ്മങ്ങളും സൽവാക്കുകളും അതിന്റെ പ്രതിഫലനം, അതിന്റെ ഘനം എത്രമാത്രമാണ് എന്നത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. വഹീന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ, സഹീഹായ ഹദീസുകളിലൂടെ അവയെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. സൂറത്തു ഫാത്തിറിലെ 10-ാമത്തെ വചനമാണ് ആമുഖമായി നമ്മൾ കേട്ടത്. മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅൻ. ആരെങ്കിലും ഇസ്സത്ത് ഉദ്ദേശിച്ചാൽ ഇസ്സത്ത് മുഴുവനും അല്ലാഹുവിന്റെ പക്കലാണ്. അതുകൊണ്ട് ഇസ്സത്തിന് വേണ്ടി തേടേണ്ടവൻ അല്ലാഹുവിനോടാണ് തേടേണ്ടത്. ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയുക, ദീനനുസരിച്ച് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്തോ പരലോകത്തോ ഒരിക്കലും നിന്ദ്യനായി കഴിയേണ്ടുന്ന അവസ്ഥ അവനില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ നിന്ദ്യരായ ജനവിഭാഗമായിരുന്നു. ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാമിനെ കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകി. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ. ഇസ്സത്ത് മുഴുവനും അല്ലാഹുവിന്റെ കയ്യിലാണ്. ആ ഇസ്സത്ത് അല്ലാഹുവിന്റെ റസൂലിന് നൽകിയത് അല്ലാഹയാണ്, മുഅ്മിനുകൾക്ക് നൽകിയത് അല്ലാഹയാണ്. അന്തസ്സോടുകൂടി ജീവിക്കാൻ കഴിയുന്നവനാണ് വിശ്വാസി. കാരണം മുഅ്മിനുകൾക്ക് ഇസ്സത്ത് നൽകുന്നവൻ അല്ലാഹയാണ്. അയബ്തഊന ഇൻദഹുമുൽ ഇസ്സ ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. മറ്റു പലതിന്റെ പുറകെ പോയി ഇസ്സത്ത് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. അവരോടാണ് ചോദിച്ചത്, അവരുടെ അടുക്കലാണോ നിങ്ങൾ ഇസ്സത്ത് തേടി പോകുന്നത്? ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. ഇസ്സത്ത് മുഴുവനും അല്ലാഹുവിന്റെ പക്കലാണ്. ഈ ഇസ്സത്തിനെ കുറിച്ച് വിശദീകരിച്ച ശേഷം ആ ഇസ്സത്ത് വിശ്വാസിക്ക് ലഭിക്കണമെങ്കിൽ അവനിൽ രണ്ടു നിലക്കുള്ള അവസ്ഥയാണ് ഉണ്ടായിരിക്കേണ്ടത്. ഒന്ന്, അല്ലാഹുവിനോട് ഇസ്സത്തിന് വേണ്ടി തേടണം. ഹാലൻ വ മഖാലൻ എന്ന് പറയും. ഖൗല് കൊണ്ട്, വാക്കുകൊണ്ട് അല്ലാഹുവിനോട് തേടണം ഇസ്സത്തിന് വേണ്ടി.
രണ്ടാമത്തേത് ഹാല് നന്നാവണം, അവന്റെ പ്രവർത്തനങ്ങൾ അതിനനുസൃതമായിരിക്കണം. തുടർന്ന് പറയുന്നു, ആ നിലക്ക് അവരിൽ ഇസ്സത്തുണ്ടാകാൻ നല്ല വാക്കും പ്രവർത്തനവുമാണ് അവരിൽ നിന്നുണ്ടാകേണ്ടത്. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സ്വാലിഹു യർഫഉ. അൽ കലിമു ത്വയ്യിബ്, ത്വയ്യിബായ കലിം, അത് അല്ലാഹുവിലേക്ക് കയറിപ്പോകും, മാനത്തേക്ക് കയറിപ്പോകും. വൽ അമലു സ്വാലിഹു യർഫഉ, അമലു സ്വാലിഹിനെ അവൻ ഉയർത്തുകയും ചെയ്യുന്നു എന്നതാണ്. ത്വയ്യിബായ കലിം അവനിൽ നിന്നുണ്ടാകണം. എന്താണ് ത്വയ്യിബ്? ത്വയ്യിബിൽ നിന്നാണ് ത്വയ്യിബ് വന്നത്. ത്വയ്യിബ് എന്നാൽ സുഗന്ധം എന്നാണ്. ഇമാം അബ്ദുറസാഖ് സുൻആനി റഹിമഹുല്ലാഹ് അദ്ദേഹം സുഗന്ധം ആസ്വദിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമായിരുന്നു. സുഗന്ധം ആസ്വദിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ അദ്ദേഹം സ്വലാത്ത് ചൊല്ലുമായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, സുഗന്ധം ആസ്വദിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വലാത്ത് ചൊല്ലുന്നത്? അത് ചോദിച്ചപ്പോൾ അദ്ദേഹം രണ്ടുവരി കവിത ചൊല്ലുകയാണ് ഉണ്ടായത്. യഖൂലൂന ഇൻദ ത്വയ്യിബി തുദ്കറു അഹ്മദ ഫഹൽ ഇൻദകും മിൻ സുന്നത്തിൻ ഫീഹി തുഗ്ഫർ ഫഖുൽതു ലഹും ലാ ഇന്നമ ത്വയ്യിബു അഹ്മദ് ഫഅദ്കുറുഹു വശൈഉ ബിശൈഇ യുദ്കർ. അവർ ചോദിക്കുന്നു, ഇൻദ ത്വയ്യിബി തുദ്കറു അഹ്മദ, എന്തുകൊണ്ടാണ് ഫീബിന്റെ സന്ദർഭത്തിൽ അഥവാ സുഗന്ധം ആസ്വദിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസ്മരിക്കുന്നത്? ഫഹൽ ഇൻദകും മിൻ സുന്നത്തിൻ ഫീഹി തുഗ്ഫർ, സുഗന്ധം ആസ്വദിക്കുമ്പോ സ്വലാത്ത് ചൊല്ലാൻ വല്ല തെളിവുമുണ്ടോ സുന്നത്തിൽ? ഫഖുൽതു ലഹും ലാ, ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല. പക്ഷേ ഇന്നമ ത്വയ്യിബു അഹ്മദ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വയ്യിബ, അതുകൊണ്ട് തന്നെ ഫഅദ്കുറുഹു, ത്വയ്യിബായ പ്രവാചകനെ ത്വയ്യിബ് ഓർമ്മിപ്പിക്കും. വശൈഉ ബിശൈഇ യുദ്കർ, ഒരു സംഗതി മറ്റൊരു സംഗതിയെ ഓർമ്മിപ്പിക്കും. ത്വയ്യിബായ പ്രവാചകനെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ സ്വലാത്ത് ചൊല്ലുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ത്വയ്യിബ് എന്നത് കലിമ ത്വയ്യിബ് എന്ന് പറയുമ്പോ ഇബ്നു കസീർ റഹ്മഹുല്ല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ത്വയ്യിബായ കലിമത്ത് എന്ന് പറയുമ്പോ അത് ഒന്നാമത്തത് തിലാവത്തു ഖുർആനിൽ കരീം, പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. കലിമു ത്വയ്യിബിനെ കുറിച്ച് ഫാത്തിറിൽ എടുത്തു പറഞ്ഞത് ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ്, ആകാശത്തേക്ക് കയറിപ്പോകുന്ന കലിമത്ത്. അതിലൊന്ന് തിലാവത്തുൽ ഖുർആനിൽ കരീം, രണ്ടാമത്തത് ദിക്റാൻ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, തബാറകല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഹസ്ബിയല്ലാഹ് തുടങ്ങിയ ദിക്റുകൾ അവ ആകാശത്തേക്ക് കയറിപ്പോകുന്നവയാണ്. മൂന്നാമത്തേത് അദ്ദുആ, പ്രാർത്ഥനയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ തുടങ്ങിയ ദുആകളാണ്. ദുആ എന്ന് പറയുമ്പോ ദുആകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് നേരിട്ട് അല്ലാഹുവിനോട് തേടുന്നതാണ്, മറ്റൊന്ന് പ്രസ്താവനാ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പ്രാർത്ഥനകളുണ്ട്. ഉദാഹരണം, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, റബ്ബേ നീ ഇറക്കിത്തരുന്ന ഏതൊരു ഖൈറിനും ഞാൻ ആവശ്യക്കാരനാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബനാ ളലംനാ അൻഫുസനാ, റബ്ബേ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയിട്ടുണ്ട്. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നീ റഹ്മത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടകാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. ഒരു പ്രസ്താവനയാണ്, പക്ഷെ അതിലൊരു തേട്ടമുണ്ട്. അപ്പൊ ഈ പ്രസ്താവനാ രൂപത്തിലുള്ള ദുആകളും നേരിട്ടുള്ള ദുആകളും രണ്ടും ദുആകളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു. അവയെല്ലാം കലിമു ത്വയ്യിബാണ്, അത് ആകാശത്തേക്ക് കയറിപ്പോകുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ അടിമയും പറയുന്നില്ല, സുബ്ഹാനല്ലാഹി വബിഹംദിഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ തബാറകല്ലാഹ് എന്ന് മുസ്ലിമായ ഒരു അടിമയും പറയുന്നില്ല. എങ്ങനെയല്ലാതെ ഇല്ല അഖദഹുന്ന. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഒരു മുസ്ലിമായ അടിമ ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ
എങ്ങനെയാണ് ആ ദിക്ർ ആകാശത്തിന്റെ കവാടം തുറന്ന് വാനത്തേക്ക് കയറിപ്പോകുന്നത് എങ്ങനെയാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഈ രൂപത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ തബാറക്കല്ലാഹ് എന്ന ഒരു മുസ്ലിമായ അടിമ ചൊല്ലിക്കഴിഞ്ഞാൽ ഇല്ലാ അഖദഹുന്ന മലക്കുൻ, ഒരു മലക്ക് എന്ത് ചെയ്യും? ആ ദിക്റിനെ എടുക്കും. ثم وضعه تحت جناحيه, ആ മലക്കിന്റെ ഇരു ചിറകുകൾക്കിടയിൽ ആ ദിക്റിനെ വെച്ചുകൊണ്ട് ثم يصعد بهن الى السماء, ആകാശത്തേക്ക് മലക്ക് കയറിപ്പോകും. എന്നിട്ട് ആ ഹദീസിൽ തുടർന്ന് വിശദീകരിക്കുന്നു, فلا يمر بهن على ملئ من ملك, ആകാശത്ത് വാനലോകത്ത് ധാരാളക്കണക്കിന് എണ്ണിയാലൊടുങ്ങാത്ത മലക്കുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 4 വിരൽ വെക്കാനിടമില്ലാത്ത വിധം വാനലോകത്ത് മലക്കുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. അവരെല്ലാം റബ്ബിന് സുജൂദിലായിക്കൊണ്ട് റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ട് കഴിയുന്നവരാണ്. ആ മലക്കുകളുടെ ഇടയിലൂടെ ഈ ദിക്റുമായിട്ട് ആ ദിക്റിനെ തന്റെ ചിറകുകൾക്കിടയിൽ വെച്ചുകൊണ്ട് വാനലോകത്തേക്ക് മലക്ക് കയറിപ്പോകുമ്പോ ഏത് മലക്കിന്റെ കൂട്ടത്തിലൂടെയാണോ ഈ മലക്ക് കടന്നു പോകുന്നതെങ്കിൽ ആ മലക്കുകളെല്ലാം ഇസ്തഗ്ഫറൂ ലിസാഹിബിഹിൻ, ഇത് ചൊല്ലിയ ഈ ദിക്ർ ചൊല്ലിയ ഉടമക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. എന്നിട്ട് ഹത്താ യജീഅ ബിഹിന്ന വജ്ഹല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തിരുമുഖത്തേക്ക് ഈ ദിക്റുമായിട്ട് ആ മലക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഹദീസിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, മാ ഹദ്ദസ്തുകും ബിഹദീസിൻ ഇല്ലാ ദകർതു ലക്കും തസ്ദീഖ ദാലിക മിൻ കിതാബില്ലാഹ്, ഏതൊരു ഹദീസ് ഞാൻ നിങ്ങളോട് പറയുമ്പോഴും അല്ലാഹുവിന്റെ കിതാബിനെ സത്യപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഒരു ഹദീസും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ ഹദീസിനെ സത്യപ്പെടുത്തുന്നതിന് വേണ്ടി സൂറത്തു ഫാത്തിറിലെ 10-ാമത്തെ ഈ വചനം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുകയാണ്, ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സ്വാലിഹു യർഫഉ. കലിമു ത്വയ്യിബ് അത് ആകാശത്തേക്ക് വാനലോകത്തേക്ക് കയറി പോകുന്നു. അതുപോലെ അമലു സ്വാലിഹിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഉയർത്തുന്നു എന്ന ഈ വചനം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് വിശദീകരിച്ചു തരികയാണ്. എങ്ങനെയാണ് അത് കയറിപ്പോകുന്നത് എന്നതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇവ 4 ഹദീസുകളിൽ കാണാം. ഇവ അർശിലേക്ക് ചൊല്ലും, ഈ ദിക്റുകൾ അർശിലേക്ക് ചൊല്ലും. അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ലഹു നബിയ്യുൻ കദബിയ്യിൻ നഹൽ, തേനീച്ചകളുടെ ഒരു ഇരമ്പൽ പോലെ അർശിങ്കൽ ഈ വചനങ്ങൾക്ക് ഈ ദിക്റുകൾക്ക് ഒരു പ്രത്യേകമായ ഇരമ്പലുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുർബാത്തുകൾ അഥവാ അല്ലാഹുവിലേക്ക് സാമീപ്യം പ്രാപിക്കുന്നതിന് വേണ്ടി നാം നിർവഹിക്കുന്ന കാര്യങ്ങൾ അവ 2 രൂപത്തിലാണ്. ഒന്ന് അഖ്വാലുകളായിട്ടും മറ്റൊന്ന് അഫ്ആലുകളായിട്ടും, വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് റബ്ബിലേക്ക് നമ്മൾ അടുക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞത് അഖ്വാലിനെ കുറിച്ചാണ്. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ്, കലിമു ത്വയ്യിബിനെ കുറിച്ചാണ്. രണ്ടാമത്തേത് വൽ അമലു സ്വാലിഹ്, അമലു സ്വാലിഹിനെ അല്ലാഹു ഉയർത്തുന്നു നമ്മളിൽ നിന്ന്. നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സദഖയും നമ്മുടെ ഹജ്ജും നമ്മുടെ ഉംറയും അതുപോലെയുള്ള പുണ്യകർമ്മങ്ങളെല്ലാം അമലു സ്വാലിഹാണ്. അവയെ അല്ലാഹു സുബ്ഹാനഹു തആല ഉയർത്തുന്നു. എന്നാൽ ചില മുഫസ്സിറുകൾ പറയുന്നത് അമലു സ്വാലിഹിനെ ഉയർത്തുന്നത് കലിമു ത്വയ്യിബാണ് എന്നാണ്. കലിമു ത്വയ്യിബിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ അയാളുടെ അമലു സ്വാലിഹ് ഉയർത്തപ്പെടും എന്ന് വിശദീകരിച്ച മുഫസ്സിറുകളെ നമുക്ക് കാണാം. ചിലർ പറഞ്ഞു കലിമു ത്വയ്യിബിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അമലു സ്വാലിഹാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അത് ഉയരണമെങ്കിൽ അതിനനുസൃതമായ അമല് അയാളിൽ ഉണ്ടായിരിക്കണം. ഏത് നിലക്ക് മുഫസ്സിറുകൾ വിശദീകരിച്ചതും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവയെല്ലാം ശരി തന്നെയാണ്. അപ്പോൾ അമൽ നമ്മളിൽ നിന്ന് ഉയർത്തപ്പെടണമെങ്കിൽ അമലായാൽ പോരാ,
അമല് സ്വാലിഹാകണം. കെലിമായാൽ പോരാ, അവ ത്വയ്യിബാകണം. ഇവ എവിടുന്നാണ്? ഇത് ത്വയ്യിബാണോ ഇത് സ്വാലിഹാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക പരിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അവ ചെയ്യുമ്പോഴാണ് ത്വയ്യിബും സ്വാലിഹുമായി തീരുക. അതല്ലാതെ ബിദ്അത്തായവ കൊണ്ട് ബിദ്അത്ത് ഒരിക്കലും ത്വയ്യിബാവുകയില്ല, അതുപോലെ തന്നെ സ്വാലിഹുമാവുകയില്ല. ഈ വചനം സൂറത്തുൽ ഫാത്തിർ അവതരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിലാണ്. മക്കയിൽ മുശ്രിക്കുകളുമായി ആദർശ പോരാട്ടം നടക്കുന്നതിനിടയിൽ അവർക്കും അവരുടേതായ കെലിമുണ്ടായിരുന്നു. ഉയർത്തപ്പെടാത്ത കെലിമുകൾ നമുക്ക് കാണാം. അവരുടെ കെലിമാണ് ഹുബുൽ എന്ന്. ഹുബുൽ അവരുടെ വിഗ്രഹമായിരുന്നു. മക്കക്കാരുടെ ആദ്യത്തെ വിഗ്രഹമാണ്. അംർ ഇബ്നു ലുഹയ്യ് ആദ്യമായി അറേബ്യയിലേക്ക് കൊണ്ടുവന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയെ പുതുക്കി നിർമ്മിച്ചു, അവിടെ ജനവാസയോഗ്യമാക്കി. ശിർക്കിന്റെ യാതൊന്നും മക്കയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് മക്കയുടെ ഭരണം മാറി മാറി വന്നു. ജുർഹും ഗോത്രം മക്ക ഭരിച്ചു. അതുപോലെ തന്നെ അമാലിക്കുകൾ വന്നിട്ടുണ്ട്. പല ഘട്ടങ്ങൾ മക്കയുടെ ഭരണത്തിന്റെ അവസ്ഥയിൽ വന്നിട്ടുണ്ട്. മക്കക്കാർ മക്കയുടെ ഭരണം ഇങ്ങനെ മാറി മാറി വന്നപ്പോ ഖുസാഅ ഗോത്രത്തിന്റെ കയ്യിൽ മക്കയുടെ ഭരണം വരികയും ഖുസാഅ ഗോത്രത്തിന്റെ നേതാവായിരുന്ന അംർ ഇബ്നു ലുഹയ്യ് അൽ ഖുസാഇ, ഇയാളാണ് ഷാമിലെ ബൽഖ ദേശത്ത് പോയി അവിടെ നിന്നും ഈ ഹുബുൽ എന്ന വിഗ്രഹത്തെ കൊണ്ടുവന്നത്. അവിടെ വിഗ്രഹാരാധകരായിരുന്നു. ആ വിഗ്രഹാരാധനയിൽ ആകർഷ്ടനായിക്കൊണ്ട് അവരിൽ നിന്ന് സമ്പന്നനായ അംർ ഇബ്നു ലുഹയ്യ് ഈ ഹുബുൽ എന്ന വിഗ്രഹത്തെ വാങ്ങുകയും അങ്ങനെ മക്കയിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, പരിശുദ്ധ കഅബയുടെ മേൽക്കൂരയിൽ ആ വിഗ്രഹത്തെ ആട്ടുകയും ചെയ്തു. ഹുബുൽ എന്നവർ ഉഹുദിന്റെ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ പറയുന്നുണ്ട് ഹുബുൽ എന്ന്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അല്ലാഹു അഅല വഅജൽ എന്ന് തിരിച്ചു മറുപടി പറഞ്ഞത് കാണാം. അവിടെ പ്രവാചകന്റെ കെലിമകൾ അത് ഉയരുന്നു, സൽപ്രവർത്തനങ്ങൾ ഉയരുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞത്, അതിന് ചില കെലിമകൾ ഉയരുമ്പോ അല്ലെങ്കിൽ അമലു സ്വാലിഹ് ഉയരുമ്പോ കവാടങ്ങൾ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്. ചില പ്രത്യേക സന്ദർഭത്തെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഹാദൽ അബ്ദു സ്വാലിഹ്, ഇത് സ്വാലിഹായ അടിമയാണ്. ഇഹ്തസ്സ ലഹു അർശു റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അർശ് ഇളകിത്തെറിക്കുകയുണ്ടായി. ഭൂമിയിൽ ഒരു മനുഷ്യന്റെ മരണം കൊണ്ട് പ്രപഞ്ചനാഥനായ റബ്ബിന്റെ അർശ് ഇളകിത്തെറിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഫുതിഹത് ലഹു അബ്വാബുസ് സമാ, അദ്ദേഹത്തിന്റെ റൂഹ് കൊണ്ടുപോകാൻ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയുണ്ടായി എന്ന് പ്രത്യേകം പറഞ്ഞു. ഒരു മുഅ്മിൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപെട്ട് ആ റൂഹ് മുഅ്മിനാണെങ്കിൽ അവന്റെ റൂഹ് ആകാശത്തേക്ക് തന്നെയാണ് കൊണ്ടുപോവുക. എല്ലാവരുടെ റൂഹ് കൊണ്ടുപോകാനും ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടും. പക്ഷേ ഇദ്ദേഹത്തിന്റേത് പ്രത്യേകം പ്രവാചകൻ എടുത്തു പറഞ്ഞു എങ്കിൽ അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്. വേറെയും നമുക്ക് കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തിന്റെ കവാടം ഇതാ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് വരെ തുറക്കപ്പെടാത്ത ആകാശത്തിന്റെ കവാടം തുറക്കപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് മലക്ക് ഇറങ്ങി വന്നുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളും ഇറക്കപ്പെട്ടതിനെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ ഓടിക്കതച്ചുവന്ന് അയാൾ നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ദുആഉൽ ഇഫ്തിതാഹ് അദ്ദേഹം ചൊല്ലുകയാണ്, ആരംഭ പ്രാർത്ഥനകൾ ചൊല്ലുകയാണ്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്ന് അദ്ദേഹം ചൊല്ലി. നമസ്കാരത്തിന് ശേഷം അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു മനിൽ മുതകല്ലിം, ആരാണത്?
ആരാണ് ചൊല്ലിയത് എന്ന് ചോദിച്ചു. ആരും ഒന്നും മിണ്ടുന്നില്ല. 3 തവണ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജിബ്തു ലഹ, ഞാൻ അജബായി പോയി, അത്ഭുതപ്പെട്ടു പോയി. വഫുതിഹത് ലഹ അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടം ഈ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, അത് ഉയരുന്നതിന് വേണ്ടി ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുകയുണ്ടായി. ഈ 12 മലക്ക്, അത് രേഖപ്പെടുത്താൻ 12 മലക്കുകൾ പ്രത്യേകം ധൃതി കൂട്ടുന്നത് കാണാൻ സാധിച്ചു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുന്ന മറ്റൊരു സന്ദർഭം പറഞ്ഞത്, ആമിൻ അബ്ദിൻ ഖത്തുൻ മുഖ്ലിസ, ഒരു അടിമയും തീരെ പറയുന്നത് ഇഖ്ലാസോട് കൂടി ഒരു അടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകൾ പല കോലത്തിൽ പറയാറുണ്ട്, പല ലക്ഷ്യത്തോടു കൂടിയും പറയാറുണ്ട്. അങ്ങനെയല്ല. ഒരു ഉമ്മ കുഞ്ഞിനെ ഉറക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. എന്താണ് ഉമ്മയുടെ ലക്ഷ്യം? കുട്ടി ഉറങ്ങുക എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഇഖ്ലാസോടു കൂടി ഒരു അടിമ അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഫുതിഹത് ലഹു അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടം അതിനുവേണ്ടി തുറക്കപ്പെടും എന്ന് പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹറിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കും. അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലേ, നിങ്ങൾ ഈ 4 റക്അത്തിൽ മുതുമിനായി പോയിട്ടുണ്ടല്ലോ. എന്താണ് മുതുമിൻ? സാധാരണ പറയാം മുതുമിനുൽ ഖംർ എന്ന് പറയും. കള്ള്, മദ്യലഹരി ബാധിച്ചവനെ അങ്ങനെ പറയാറുണ്ട്. മുതുമിൻ അദ്മൻത ഫീഹ എന്ന് പറഞ്ഞു. നിങ്ങൾ അതിന്റെ ലഹരിയിലായിട്ടുണ്ടല്ലോ. ഇതിനെ കുറിച്ചാണ് പറയുന്നത്. നമസ്കാരത്തിന്റെ ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത്, ജുമുഅക്ക് മുമ്പല്ല, ജുമുഅക്ക് ശേഷമാണ് 4 റക്അത്ത്. ളുഹറിന് മുമ്പുള്ള 4 റക്അത്തിനെ കുറിച്ച് പറഞ്ഞു. ആ 4 റക്അത്തിന്റെ പ്രത്യേകത അദ്മൻത ഫീഹ, നിങ്ങൾ അതിൽ മുതുമിനായി പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അത് മാനം കയറും. ആകാശത്തിന്റെ കവാടം ആ 4 റക്അത്തിന് വേണ്ടി തുറക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. അതിന്റെ പ്രാധാന്യം പറയുന്ന വിഷയത്തിൽ. അതുപോലെ തന്നെ ദുആയുടെ 2 സന്ദർഭങ്ങൾ, സാഅത്താനി, 2 സന്ദർഭങ്ങളെ വിശദീകരിച്ചു. ഒന്ന് ദുആഉ ഇൻദൽ നിദാ, ബാങ്ക് വിളിക്കുമ്പോ. മറ്റൊന്ന് വദുആഉ ഇൻദൽ ബഅസ്, യുദ്ധ സന്ദർഭത്തെ സംബന്ധിച്ചും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുന്ന കുറെ കർമ്മങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സ്വാലിഹു യർഫഉ എന്ന് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ വിഷയം അതാണ്. സ്വാലിഹായ അമലിൽ പെട്ടതല്ലേ യഥാർത്ഥത്തിൽ കലിമു ത്വയ്യിബ്? ഒരാളുടെ കർമ്മത്തിൽപ്പെട്ടതാണല്ലോ അയാളുടെ മൊഴികൾ. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സുബ്ഹാനല്ലാഹ് വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് സ്വാലിഹായ അമലല്ലേ? ഇതൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അയാളുടെ അമൽ തന്നെയാണ്. സ്വാലിഹായ അമലായിട്ട് പോലും ആ സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ നിന്ന് കലിമത്ത് ത്വയ്യിബിനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക പ്രാധാന്യമുണ്ട് തന്നെയാണ്. ഒരു അമലു സ്വാലിഹ് ചെയ്യണമെങ്കിൽ, ഒരു 2 റക്അത്ത് ദുഹ നമസ്കരിക്കണമെങ്കിൽ, ഒരാൾക്കത് നമസ്കാരം നിർവഹിക്കണമെങ്കിൽ അയാൾ പോയി വുളു ചെയ്യണം. ശുദ്ധി പ്രാപിച്ച് വുളു ചെയ്ത് മുസല്ല വിരിച്ച് ആ നിലക്കുള്ള മെനക്കെട് അയാൾക്കുണ്ട്. നേരെ മറിച്ച് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് ചൊല്ലാൻ വലിയ നയിപ്പില്ല. ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ വലിയ പ്രയാസമില്ല. പണ്ഡിതന്മാര് പറയണം, കലിമത്ത് ത്വയ്യിബിനെ അമലു സ്വാലിഹിൽ നിന്ന് വേർപെടുത്തി പറഞ്ഞത് തന്നെ മതി അതിന്റെ മഹത്വമായിട്ട് എന്ന് പഠിപ്പിക്കാം. അപ്പൊ അവയെ അല്ലാഹു സുബ്ഹാനഹു തആല ഉയർത്തുന്നു എന്നതാണ്. അപ്പൊ നമ്മുടെ അമൽ, ഈ നിലക്കുള്ള കലിമകൾ, ഈ നിലക്കുള്ള അമലുകൾ നമ്മളിൽ നിന്നുണ്ടാകുമ്പോ അതിന്റെ പ്രതിഫലനം എന്താണ്? ആകാശത്തിന്റെ കവാടം തുറക്കപ്പെട്ട് മലക്കിന്റെ ചിറകിനടിയിൽ അവയെ വെച്ചുകൊണ്ട് റബ്ബിന്റെ അർശിന്റെ അരികിലേക്ക് അവയുമായി മലക്കുകൾ നമ്മളിൽ നിന്ന് പോകുമ്പോ ആ വഴിയിലുള്ള മലക്കുകൾ അതിന്റെ ഉടമയ്ക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് ചോദിക്കുന്നുവെന്ന് പറയുമ്പോ അതിന്റെ ആ പ്രതിഫലനം മനസ്സിലാക്കിക്കൊണ്ട്, പ്രതിഫലനവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവ നിർവഹിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. റഹ്മാനായ റബ്ബ് അതിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ
അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിലേക്ക് കലിമത്ത് തയ്യിബും അമലു സ്വാലിഹും കയറിപ്പോവുകയും ഉയർത്തപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു വിശ്വാസപരമായ വിഷയവും കൂടി അടങ്ങിയിട്ടുണ്ട്. മുകളിലേക്കാണ് കയറിപ്പോകുന്നത്. റഹ്മാനായ റബ്ബിന്റെ ദാത്ത് അർശിലാണ്, റബ്ബ് മുകളിലാണ്, ഉപരിയിലാണ്. വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ വിഷയമാണ് അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. റഹ്മാനായ റബ്ബ് അർശിൽ ഇസ്തിവ ചെയ്തിട്ടുണ്ട്. അഅമിൻതും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയനാണോ? ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് റഹ്മത്ത് കാണിച്ചാൽ ആകാശത്ത് ഉപരിയിലുള്ളവൻ നിങ്ങളോട് റഹ്മത്ത് കാണിക്കും. അല്ലാഹുവിന്റെ ദാത്ത് സത്ത അർശിൽ ഇസ്തിവ ചെയ്തിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഇൽമും അവന്റെ ബസറും അവന്റെ ഖുദ്റത്തും അവന്റെ സമഉം എല്ലാവരെയും വലയം ചെയ്തിരിക്കുന്നു. റബ്ബ് കാണാതെ, റബ്ബ് കേൾക്കാതെ, റബ്ബ് അറിയാതെ ഒന്നിനും ഒരാൾക്കും സാധ്യമല്ല എന്നതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ചില കക്ഷികൾ അവർ പറയും ഞങ്ങൾ വിശ്വാസപരമായി ഞങ്ങൾ അശ്അരികളാണ് എന്ന്. അശ്അരി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അബുൽ ഹസൻ അൽ അശ്അരിയാണ്. അദ്ദേഹം ആദ്യകാലത്ത് തനിച്ച മുഅ്തസിലി വിശ്വാസക്കാരനായിരുന്നു. പിന്നീട് അല്ലാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട 7 സിഫത്തുകളെ അദ്ദേഹം അംഗീകരിച്ചു. അല്ലാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട സിഫത്തുകളെ 7 എണ്ണമല്ല, അതിലപ്പുറമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ സിഫത്തുകൾ തന്നെ അതിനപ്പുറമുണ്ട്. എന്നാൽ 7 എണ്ണം ആദ്യം അംഗീകരിച്ചു, പിന്നീട് ബാക്കിയുള്ളത് അംഗീകരിച്ചു. പിന്നെ ഫിഅലിയായ സിഫത്തുകൾ ഇസ്തിവാ പോലെ, നുസൂല് പോലെ, റബ്ബിന്റെ മജീദ് പോലെയുള്ള ഫിഅലിയായ സിഫാത്തുകളും അംഗീകരിച്ചു. പൂർണ്ണമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിലേക്ക് അദ്ദേഹം കടന്നു വരികയും അതിനുശേഷം ഗ്രന്ഥമെഴുതുകയും സിഫാത്തുകളെ നിരാകരിക്കുന്നവർക്കെതിരെ ശക്തമായി അശ്അരി പ്രസ്ഥാനത്തിന്റെ വക്താവായി അറിയപ്പെടുന്ന അബുൽ ഹസൻ അൽ അശ്അരി മാറിയിട്ടുണ്ട്. അതുപോലെ ഇമാം റാസി, ഇമാം ബാഖല്ലാനി, ഇമാം ജുവൈരി, ഇമാം അബു ഹാമിദ് അൽ ഗസ്സാലി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അശ്അരിയത്തിൽ നിന്ന് മാറി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിലേക്ക് കടന്നു വരികയും അതിനുശേഷം അവരൊക്കെ ഗ്രന്ഥമെഴുതുകയും യഥാർത്ഥ വിശ്വാസം എന്താണ്, അഖീദ എന്താണ്, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ എന്താണ് എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അശ്അരിയാക്കൾ പറയുക അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിയിലാണ് എന്ന് വിശ്വസിക്കാൻ അവർക്ക് പ്രയാസമാണ്. ഒരു പറയും എല്ലായിടത്തുമുണ്ട് എന്നതാണ്, എല്ലായിടത്തുമുണ്ട് എന്നതാണ്. അതൊരിക്കലും ശരിയല്ല. അള്ളാഹുവിന്റെ കേൾവിയും അറിവും കാഴ്ചയുമാണ് എല്ലായിടത്തും ഉള്ളത്. അള്ളാഹുവിന്റെ ദാത്തിനെ തന്നെ അവർ നിഷേധിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ദാത്ത് എന്നത് ഒന്നില്ല, അതൊരു ഊർജ്ജരൂപം പോലെയാണ്, ലൈറ്റ് പോലെ ഒരു ഊർജ്ജരൂപം പോലെയാണ്, അതല്ലാതെ ദാത്തില്ല എന്ന് വരെ അവർ വാദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവരുടെയൊക്കെ നേതാക്കന്മാരായി ഇവർ ഈ പരിചയപ്പെടുത്തുന്നവർ തന്നെ ആ രംഗത്തുനിന്ന് മാറിയിട്ടുണ്ട് എന്നതാണ്. നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്ന സന്ദർഭം സ്വർഗത്തിൽ വെച്ച മുഅ്മിനുകൾക്ക് വേണ്ടി അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന കൺകുളിർമയേകുന്ന കാഴ്ചക്ക് അവസരമുണ്ട്. സൃഷ്ടികളിൽ നിന്ന് റബ്ബിനെ മറക്കുന്ന ഒരു ഹിജാബുണ്ട്. ആ ഹിജാബ് നീക്കുമ്പോഴാണ് റഹ്മാനായ റബ്ബിനെ കാണാൻ കഴിയുക. അത് ഊർജ്ജരൂപമല്ലാത്തത് കൊണ്ടാണ് ആ നിലക്ക് കാണാൻ കഴിയുന്നത് എന്ന അത്തരത്തിലുള്ള ഹദീസുകളും ഈ പറഞ്ഞ തെളിവുകളുടെയും ഒക്കെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിയിലാണ് എന്ന് പറയുന്ന കാര്യത്തെ പലപ്പോഴും വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ അശ്അരികൾ പ്രയാസപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളും ഞങ്ങൾ വിശ്വാസപരമായ അശ്അരിയാക്കളാണ് എന്നാണ് പറയാം. യഥാർത്ഥത്തിൽ അത് പ്രമാണവിരുദ്ധമാണ്. റഹ്മാനായ റബ്ബ് ഉപരിയിലാണ് എന്നതിന് യഥേഷ്ടം തെളിവുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലായിടത്തുമുണ്ട് എന്ന് പറയുമ്പോൾ റബ്ബിനെ അപമാനിക്കലാണ്. ഇരിക്കുന്നിടത്ത്, അതല്ലെങ്കിൽ ചവിട്ടുന്നിടത്ത് എല്ലായിടത്തും റബ്ബുണ്ട് എന്ന വിശ്വാസം അത് വ്യതിചലിച്ച വിശ്വാസമാണ് എന്ന് മാത്രമല്ല പലപ്പോഴും
നമ്മുടെ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികൾ അദ്വൈതത്തിൽ വിശ്വസിക്കാറുണ്ട്. അദ്വൈതം എന്ന് പറയുമ്പോ ദ്വൈതം രണ്ടല്ല, അദ്വൈതം ഒന്നാണ് എന്നതാണ് അവർ പറയുന്നത്. അഥവാ സൃഷ്ടാവ് സൃഷ്ടി എന്ന് പറഞ്ഞ് രണ്ടില്ല, അവ രണ്ടും ഒന്നാണ്. അതുകൊണ്ട് ഏതൊരു കല്ലിനെ ആരാധിച്ചാലും അവയിൽ സൃഷ്ടാവിന്റെ അംശമുണ്ട് എന്ന അദ്വൈതവാദത്തിലേക്കാണ് വിശ്വാസം എത്തിച്ചേരുക. വ്യതിചലിച്ച വിശ്വാസമാണത്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുവഹിദുകളിൽ, യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ അമലുകൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുവാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.